വാർത്താ ചാനലുകൾക്ക് മുന്നിലെ നമ്മളെ രമേശ് നാരായണൻ നമ്മളെ സംവിധായകന് ഒരുപാട് കാരണങ്ങൾ നികത്തി പറയുന്നുണ്ട്. അല്ല, ആദ്യം പറയണ മൂപ്പര് എനിക്ക് മൊമന്റോ ആസിഫ് അലി തരാൻ പറ്റുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല, അനൗൺസ്മെന്റ് ഞാൻ ക്ലിയർ ആയി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആയി കേൾക്കാതെ പിന്നെ ആസിഫ് അലി കിട്ടിയ മൊമന്റുമായി സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മളെ സംവിധായകന് രമേശ് നാരായണൻ എണീച്ചു നിൽക്കുക അല്ലേ? പിന്നെ ഒന്ന്, വാർത്താ ചാനലുകൾക്ക് മുന്നിൽ മുമ്പ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ആസിഫ് അലി എനിക്ക് പ്രിയപ്പെട്ട ഒരു നടനാണ്, ഭാവിയിലെ മികച്ച താരങ്ങൾ പേര് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഫഹദ് ഫാസിൽ, ആസിഫ് അലി ഇവരൊക്കെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവരൊക്കെ ഭാവിയിലെ നമ്മളെ നായകന്മാരാണ്, യുവ തലമുറ നായകന്മാരാണ്, ഇഷ്ടപ്പെട്ട നടന്മാരെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയണത്, ആസിഫ് അലി മൊമെന്റ് കൊടുത്തു, ആസിഫ് അലിന്റെ മുഖത്ത് ഒരു നോക്ക് പോലും നോക്കാതെ, ഒന്ന് പുഞ്ചിരിക്ക് പോലും ചെയ്യാതെ പിന്നെ മൂപ്പർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറയണത്? ആസിഫ് അലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നേരെ അപ്പുറ ഭാഗത്ത് നിന്ന് നമ്മളെ മുതിർന്ന ജയരാജനെ പോലത്തെ ആളുകളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് കിട്ടിയ മൊമെന്റോ ജയരാജന് കൊടുത്ത് വീണ്ടും ആ മൊമെന്റോ എനിക്ക് താ എന്ന മട്ടിലാണ് നമ്മളെ സംവിധായകൻ നാരായണൻ വാങ്ങിയത് അല്ലേ? പിന്നെ മുമ്പ് പറഞ്ഞ കാരണം എന്താ അറിയോ? ഞാൻ വിചാരിച്ചത് ജയരാജനും കൂടി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് രണ്ടുപേരും കൂടി എനിക്ക് മൊമെന്റ് തരാന്നുള്ള അങ്ങനെ മൂപ്പരെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു. എന്നാൽ നാരായണേട്ട, നമ്മളെ ആസിഫ് അലിനോടൊന്ന് പറഞ്ഞൂടെ, ഒന്ന് നിൽക്ക് അല്ലേ, ജയരാജ് ഒന്ന് വരട്ടെ, അങ്ങനെ കാര്യം പറഞ്ഞൂടെ? അതൊന്നും അന്നേരം ഒന്നുമില്ല. അത് പോയി പിന്നെ വാർത്താ മീഡിയ ചാനലുകൾ മുന്നിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങളൊന്നും കേട്ട് ഇല്ലേ? ഞാനും നിങ്ങളൊക്കെ കേട്ടിക്കണ്. ആദ്യം പറഞ്ഞ് ഞാൻ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചില്ലേ, ഇനി അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ജയരാജനും കൂടി ഒന്ന് വന്നോട്ടെ, അപ്പോഴത്തേക്കും ആസിഫ് അലി വേക്കോട്ടേക്ക് പോയി എന്നാ പറഞ്ഞത്. ആസിഫ് അലിക്ക് ഒന്ന് വേക്കോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, ഒന്നാർ നിൽക്കി ഒന്ന് വരട്ടേന്ന് പറഞ്ഞൂടെ? അത് അന്നേരം ആലോചിച്ചില്ല എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ അല്ലേ? എന്തായാലും ഇന്ന് മലയാളികൾക്കിടയിൽ ഹീറോ ആയത് ആസിഫ് അലിയാണ്, സീറോ ആയത് സംവിധായകനായ രമേശ് സാറാണ് അല്ലേ? നമ്മളെ മലയാളികൾക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള സംവിധായകന്മാരല്ല, നല്ല സപ്പോർട്ട് കൊടുക്കണം. ആര് തന്നാലും മൊമെന്റ് അല്ലേ, അത് വാങ്ങണം. നമുക്ക് ഒരിക്കലും ജാടയോ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഇന്ന് മലയാളികൾ നെഞ്ചിലേറ്റിക്കുകയാണ് ആസിഫ് അലിനെ. എന്തായാലും ഏത് പ്രതിസന്ധിയും ആ പുഞ്ചിരിയോടെ നേരിട്ട ആസിഫ് അലി രണ്ടാമതും ഇതുമായി മാപ്പുമായി വിഷയത്തിലൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്ത് വളരെ ചെറു പുഞ്ചിരിയോടെയാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം നമ്മൾ ആസിഫ് അലി അല്ലേ?